ആരോഗ്യ സാമൂഹിക രംഗങ്ങളിൽ സജീവമായി കൃത്യനിർവഹണം നടത്തുന്ന ആശാവർക്കർമാരോട് കേരള സർക്കാരുകൾ കാണിക്കുന്നത് കടുത്ത അവഗണനയെന്ന് കേരള സ്റ്റേറ്റ് ആശാ വർക്കേഴ്സ് ഫെഡറേഷൻ CITU. തൊഴിലാളികളായി അംഗീകരിക്കാനോ മിനിമം വേതനം ഉറപ്പാക്കാനോ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ലെന്നും ഭാരവാഹികൾ ആരോപിച്ചു. കേരള സർക്കാർ ആശാവർക്കർമാരോട് രാഷ്ട്രീയ പക്ഷപാതത്വം കാണിക്കുകയാണെന്നും സെക്രട്ടറി PV പ്രേമ, പ്രസിഡന്റ് MP പ്രഭാവതി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഗ്രാമീണ ആരോഗ്യമേഖലയുടെ ശാക്തീകരണത്തിനായാണ് രാജ്യത്തിലുടനീളം ആശാവർക്കർമാരെ നിയമിച്ചത്. 2005-ൽ കേന്ദ്ര സർക്കാർ ആശാമാരെ നിയമിക്കാൻ ഉത്തരവിട്ടെങ്കിലും കേരളത്തിലെ UDF സർക്കാർ നടപ്പിലാക്കിയില്ല. ആഴ്ചയിൽ ഏതാനും ദിവസത്തിൽ ഏതാനും മണിക്കൂർ ജോലിയും ഓണറേറിയവും എന്ന നിലയിൽ ആശാമാരെ നിയമിച്ചത് VS സർക്കാരാണ്. പിന്നീട് വന്ന ഉമ്മൻചാണ്ടി സർക്കാർ ഓണറേറിയം 5000 രൂപയാക്കുമെന്ന് പറഞ്ഞെങ്കിലും നടപ്പിലായില്ല. ഒന്നാം പിണറായി സർക്കാരാണ് ജോലിഭാരവും മാനസിക പീഡനവും അവസാനിപ്പിച്ച് വേതന വർധനവ് നടത്തിയത്. കേന്ദ്ര സർക്കാർ 2023-ൽ 1500 രൂപ വേതനം വർദ്ധിപ്പിച്ചതായി പ്രഖ്യാപിച്ചെങ്കിലും 2025-ൽ വർധനവ് പിൻവലിച്ചു. വർഷങ്ങളായി ജോലി ചെയ്യുന്ന ആശാവർക്കർമാർക്ക് പോലും തുച്ഛമായ വേതനമാണ് ലഭിക്കുന്നത്. UDF സർക്കാർ അധികാരത്തിൽ വന്നതോടെ രാഷ്ട്രീയ പകപോക്കലാണ് നടത്തുന്നത്. ജോലിഭാരം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമവും നടന്നുവരികയാണ്. കേരളത്തിലെ 26,125 ആശാപ്രവർത്തകരെയും തൊഴിലാളികളായി അംഗീകരിച്ച വേതനം കാലോചിതമായി വർദ്ധിപ്പിക്കണം. ആശാവർക്കർമാർ നേരിടുന്ന പ്രതിസന്ധികളും അവകാശങ്ങൾ നേടാനുള്ള സമരമാർഗങ്ങളും ഓഗസ്റ്റ് 8-9 തീയതികളിൽ പാലക്കാട് നടക്കുന്ന സംസ്ഥാന സമ്മേളനം ചർച്ച ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നമുക്കറിയാം, ആശമാർ നിലവിൽ വന്നത് മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ 2005-ലാണ്. കേരളത്തിൽ 2007-ലാണ് ആശമാർ നിലവിൽ വന്നത്. 25,000-ഓളം ആളുകളായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. വോളണ്ടിയർമാരായിട്ടാണ് ആശമാരെ തെരഞ്ഞെടുത്തത്. ആഴ്ചയിൽ 3-4 ദിവസം 2-3 മണിക്കൂർ പ്രവർത്തിക്കാൻ അതിന് നിശ്ചിത ഇൻസെന്റീവ് നൽകിക്കൊണ്ടായിരുന്നു ആശമാരെ തെരഞ്ഞെടുത്തത്. എന്നാൽ പിന്നീട് പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ 12 മണിക്കൂറും പ്രവർത്തിച്ചാൽ തീരാത്ത ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്നു. ആശമാർക്ക് നിർവചിക്കപ്പെട്ട തൊഴിലുകളല്ലാതെ ഉദ്യോഗസ്ഥന്മാർ എടുക്കേണ്ട തൊഴിലുകളടക്കം ആശമാരെ കൊണ്ട് എടുപ്പിക്കുന്ന സ്ഥിതി ഉണ്ടാവുന്നു. ആ സമയത്താണ് ഒരു സംഘടന വേണം എന്ന ബോധത്തിലേക്ക് ആശമാരെത്തിയത്. അങ്ങനെയാണ് CITUവിന്റെ നേതൃത്വത്തിൽ സംഘടന ഉണ്ടാക്കുകയും 14 മാസത്തോളം കിട്ടാതിരുന്ന വേതനം ലഭിക്കാൻ വേണ്ടി, തുച്ഛമായ ഇൻസെന്റീവ് ലഭിക്കാൻ വേണ്ടി സമരം ആരംഭിക്കുകയും ആ സമരത്തിന്റെ ഭാഗമായി അന്ന് VS അച്യുതാനന്ദൻ ഗവൺമെന്റാണ് ഭരിക്കുന്നത്. ആ സമയത്താണ് ആശമാരെ തെരഞ്ഞെടുക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ കൺവീനർ K രമണി, ചെയർമാൻ TK നൌഷാദ് എന്നിവരും പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.